മുതിർന്ന IAS ഉദ്യോഗസ്ഥരും ശ്രദ്ധേയ വ്യക്തിത്വവുമായ രാജു നാരായണസ്വാമി നിയമപരമായ നടപടിക്രമങ്ങൾക്കിടെ ഒരു അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. താൻ സുപ്രീം കോടതിയിൽ നൽകിയ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അഭിഭാഷകൻ ഫീസ് നൽകാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥനും നിയമജ്ഞനുമായ ഒരാൾക്ക് സ്വന്തം കേസിൽ ഇത്തരമൊരു വെല്ലുവിളി നേരിടേണ്ടി വരുന്നത് അത്യപൂർവമായ സംഭവമാണ്. രാജു നാരായണ സ്വാമിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ KR സുഭാഷ് ചന്ദ്രനാണ്. സുപ്രീം കോടതിയിലെ കേസ് നടത്തിപ്പിനായി രാജു നാരായണസ്വാമി തനിക്ക് 3,85,000 ഫീസ് നൽകാനുണ്ടെന്നാണ് സുഭാഷ് ചന്ദ്രൻ വക്കീൽ നോട്ടീസിൽ പ്രധാനമായും ആരോപിച്ചിരിക്കുന്നത്. ഈ ഫീസ് തർക്കത്തിലേക്ക് നയിച്ച കേസിന്റെ പശ്ചാത്തലം ശ്രദ്ധേയമാണ്. സംസ്ഥാന സർക്കാർ തനിക്ക് അർഹതപ്പെട്ട ചീഫ് സെക്രട്ടറി ഗ്രേഡ് പദവി നിരസിക്കുന്നുവെന്ന് ആരോപിച്ചാണ് രാജു നാരായണസ്വാമി സുപ്രീം കോടതിയെ സമീപിച്ചത്. സർവീസ് സംബന്ധമായ വിഷയങ്ങളിൽ ഉന്നത നീതിപീഠത്തെ സമീപിക്കുക എന്നത് അദ്ദേഹത്തിന്റെ നിയമപരമായ അവകാശമായിരുന്നു. ഈ നിർണായക കേസിൽ രാജു നാരായണസ്വാമിയുടെ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് ആയി പ്രവർത്തിച്ചത് അഭിഭാഷകനായ KR സുഭാഷ് ചന്ദ്രനായിരുന്നു. സുപ്രീം കോടതിയിലെ കേസ് നടത്തിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയാണ് അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്. കേസ് ഫയൽ ചെയ്യുന്നതിനും കോടതിയിൽ ഹാജരാക്കുന്നതിനും സുപ്രീം കോടതിയുടെ നിയമങ്ങൾ അനുസരിച്ച് ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണെന്ന് കേസ് നടത്തിയതിനു ശേഷം 2 തവണയായി ഫീസ് ഇനത്തിലുള്ള 3,85,000 രൂപയുടെ ബില്ല് രാജു നാരായണസ്വാമിക്ക് കൈമാറിയിരുന്നുവെന്ന് അഭിഭാഷകൻ പറയുന്നു. ഇത് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമുള്ള സ്വാഭാവികമായ നടപടിയായിരുന്നു. എന്നാൽ ഈ ബില്ലിന്മേൽ യാതൊരുവിധ പ്രതികരണവും പണമടക്കലും ഉണ്ടായില്ലെന്നാണ് ആരോപണം. ബിൽ നൽകിയിട്ടും രാജു നാരായണസ്വാമി നയാ പൈസ പോലും നൽകിയിട്ടില്ല എന്ന് വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നു. നിരവധി തവണ ഓർമ്മിപ്പിക്കുകയും സമീപിക്കുകയും ചെയ്തിട്ടും ഫീസ് നൽകാത്തതിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ കടുത്ത നിരാശയിലാണ്. ഫീസ് നൽകാത്തതിന് പുറമെ രാജു നാരായണ സ്വാമിക്കെതിരെ അഭിഭാഷകൻ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം ഏറെ ഗൗരവകരമാണ്. ഫീസ് ആവശ്യപ്പെട്ടപ്പോൾ ഉദ്യോഗസ്ഥൻ തന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത്. ഇതൊരു നിയമപരമായ തർക്കത്തെ വ്യക്തിപരമായ വൈരാഗ്യത്തിലേക്ക് എത്തിച്ചു എന്ന സൂചന നൽകുന്നു. ഭീഷണിപ്പെടുത്തുന്നതിനായി രാജു നാരായണ സ്വാമി തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവി ദുരുപയോഗം ചെയ്തുവെന്നും വക്കീൽ നോട്ടീസിൽ ആരോപിച്ചിട്ടുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക സ്ഥാനം ഒരു വ്യക്തിപരമായ തർക്കത്തിൽ ഉപയോഗിച്ചു എന്ന ആരോപണം ധാർമ്മികമായും ഔദ്യോഗികമായും അദ്ദേഹത്തിന്മേൽ വലിയ സമ്മർദ്ദം ചെലുത്തും. KR സുഭാഷ് ചന്ദ്രന് വേണ്ടി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അഭിഭാഷകനായ KP അനിരുദ്ധ് ആണ്. നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ഈ നോട്ടീസ് രാജു നാരായണസ്വാമിക്ക് കൈമാറിയിരിക്കുന്നത്. വക്കീൽ നോട്ടീസിൽ രാജു നാരായണസ്വാമിക്ക് കടുത്ത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഫീസ് അടച്ചു തീർക്കണമെന്നാണ് ആവശ്യം. അടയ്ക്കാനുള്ള 3,85,000 രൂപയ്ക്ക് പ്രതിമാസം 2% പലിശ സഹിതം നൽകണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഫീസ് വൈകുന്ന ഓരോ ദിവസത്തിനും ഈ പലിശ ബാധകമാകും. കൃത്യസമയത്തിനുള്ളിൽ ഫീസ് നൽകിയില്ലെങ്കിൽ രാജു നാരായണസ്വാമിയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിനുള്ള നിയമ നടപടികൾ ആരംഭിക്കുമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു. ഇത് അഭിഭാഷകന്റെ ഭാഗത്തു നിന്ന് വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നതിന്റെ സൂചനയാണ്. മുതിർന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ സ്വന്തം കേസ് നടത്തിയ അഭിഭാഷകന് ഫീസ് നൽകാത്ത വിഷയം ഇപ്പോൾ അഭിഭാഷക സമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. കേസിന്റെ നിയമപരമായ സാധ്യതയെക്കുറിച്ചും ഇത് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. രാജു നാരായണസ്വാമിക്ക് സർവീസ് സംബന്ധമായ വിഷയങ്ങളിൽ മുൻപും സർക്കാരുമായി തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ഗ്രേഡ് നിഷേധിച്ചതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതും അതിന്റെ ഭാഗമായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും ഒരു സ്വകാര്യ വ്യക്തിയുമായി ഉണ്ടാക്കിയ കരാർ പാലിക്കാൻ അദ്ദേഹത്തിന് നിയമപരമായി ബാധ്യതയുണ്ടെന്ന് ഈ വക്കീൽ നോട്ടീസ് ഓർമ്മിപ്പിക്കുന്നു. സാധാരണയായി വക്കീൽ നോട്ടീസ് ലഭിച്ചാൽ ഫീസ് അടച്ചു തീർക്കുന്നതിന് കൃത്യമായ ഒരു സമയപരിധി നൽകും. ഈ സമയപരിധി എത്രയാണെന്ന് വ്യക്തമല്ലെങ്കിലും നോട്ടീസ് കൈപ്പറ്റിയ തീയതി മുതൽ നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ മറുപടി നൽകണം. വക്കീൽ നോട്ടീസിന് മറുപടി ലഭിച്ചില്ലെങ്കിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ തുടർ നടപടി എന്നോണം ഫീസ് തിരിച്ചു പിടിക്കുന്നതിനായി സിവിൽ കേസ് ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ ബാധ്യതകൾ കണ്ടുകെട്ടാൻ വേണ്ടിയുള്ള നടപടികളിലേക്കോ നീങ്ങും. ഈ കേസ് ഇപ്പോൾ നിയമവൃത്തങ്ങളിൽ മാത്രമല്ല കേരളത്തിലെ ഭരണതലത്തിലും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്.